നമസ്കാരം. 2026 മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. 1. കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലം പടഹാരം പാലം. സംസ്ഥാനത്ത് കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലം പെരുമ്പളം പാലം. കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ രാജ്യം ചിലി. 2026 പുരുഷ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. 2026 മാർച്ചിൽ ഇറാന്റെ പരമോന്നത നേതാവായി നിയമിതനായത് മൊജ്തബ ഖമേനി. അടുത്തത് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നടത്തിയ സമഗ്ര പക്ഷി സർവേയിൽ രേഖപ്പെടുത്തിയ പക്ഷി ഇനങ്ങൾ 192 ഇനം. അടുത്തത് ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യത്തെ വനിത RM നാച്ചമ്മ. ഇന്ത്യൻ ബൈസൺ ഫെസ്റ്റിന്റെ 2ാം പതിപ്പിന്റെ വേദി ഡെബ്രിഗഡ് വന്യജീവി സങ്കേതം. 2026 ഗുരു ഗോപിനാഥ് നാട്യ പുരസ്കാരത്തിന് അർഹരായത് VP ധനഞ്ജയൻ, ശാന്ത ധനഞ്ജയൻ. പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാകുന്നത് KG സനൽകുമാർ. KSRTCയുടെ സ്ഥിരം ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് പ്രമോജ് ശങ്കർ. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ബാലേന്ദ്ര ഷാ. ഡോക്ടർ KJ യേശുദാസ് ഡിജിറ്റൽ ലൈബ്രറി സജ്ജമാകുന്നത് ഭാരത് ഭവൻ തൈക്കാട്. 2026 നീതി ആയോഗ് പുറത്തുവിട്ട 2023-24 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഒഡീഷ. 2026 മാർച്ചിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങിയ നാസയുടെ പേടകം വാൻ അലൻ പ്രോബ് A. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള ഉത്തരവിലൂടെ നിഷ്ക്രിയ ദയാവധത്തിന് വിധേയമാകുന്ന ആദ്യ വ്യക്തി ഹരീഷ് റാണ. 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് സീതാകാന്ത മഹാപാത്ര. 6ാമത് അക്ഷര പുരസ്കാരത്തിന് അർഹനായത് UK കുമാരൻ. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനാവുന്നത് VP സാനു. അടുത്തിടെ കൊച്ചി മുസിരിസ് ബിനാലെയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ജിതീഷ് കല്ലാട്ട്. 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ഏഴാച്ചേരി രാമചന്ദ്രൻ. വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായത്തിന്റെ പുതുക്കിയ തുക 14 ലക്ഷം രൂപ. ലോകത്തിലെ ആദ്യ ഓട്ടോണമസ് മാരിടൈം ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സിസ്റ്റംസ് സെന്റർ നിലവിൽ വരുന്നത് ജുവലദിന്നെ മത്സ്യബന്ധന തുറമുഖം. മൗറീഷ്യസിന്റെ 58ാമത് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനാ കപ്പൽ INS ത്രികാന്ത്. 2025 അതായത് 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് R വൈരമുത്തു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ LPGയുമായി ഫോർമൂസ് കടലിലേക്ക് കടന്ന ഇന്ത്യൻ കപ്പലുകൾ സിവാലിക്, നന്ദാദേവി. ഇന്ത്യയുടെ 94ാമത് ഗ്രാൻഡ് മാസ്റ്റർ മായങ്ക് ചക്രവർത്തി. ലിവിംഗ് തമിഴ് അവാർഡ് എന്ന സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചത് ജയമോഹൻ. മാതംഗലീല എന്ന നോവലിന്റെ രചയിതാവ് സന്തോഷ് എച്ചിക്കാനം. സിവോക് റാങ്പോ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ സിക്കിം, പശ്ചിമ ബംഗാൾ. സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനായി നിയമിതനായത് KS ഹംസ. ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ കാഞ്ചൻ ദേവി. 2026 മാർച്ചിൽ ബാഴ്സലോണയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജോൺ ലപ്പോർട്ട. 2026 വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് രാകേഷ് ശർമ്മ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമായ നെവാഡോ ഒജോസ് ഡെൽ സലാഡോ കീഴടക്കിയ 2ാമത്തെ ഇന്ത്യൻ വനിത അർപ്പിത പത്ര. 2026 മാർച്ചിൽ ഇറാന്റെ പുതിയ സുരക്ഷാ മേധാവിയായി നിയമിതനായത് മുഹമ്മദ് ബാക്വർ സോൽക്കദർ. 2026 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം പാകിസ്ഥാൻ. ഹാർട്ട് ഫെയിലിയർ രോഗങ്ങൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനം ഹോപ്പ്. യൂണിഫോം സിവിൽ കോഡ് അംഗീകരിക്കുന്ന 2ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം നേടിയത് കവേ മദാനി. ഇന്ത്യയിൽ
ഏറ്റവും കൂടുതൽ കാലം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഭരണത്തലവനായ വ്യക്തി നരേന്ദ്രമോദി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ ഇലക്ഷൻ ലേണിംഗ് മാനേജ് സിസ്റ്റം ഇ-വിദ്യ. പുതിയ ആദായനികുതി നിയമത്തെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച പുതിയ ആദായനികുതി നിയമത്തെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിൻ പ്രാരംഭ് 2026. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് 2026 മാർച്ചിലെ കറണ്ട് അഫെയറിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.